ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പൊക്കെ ചെയ്തിരുന്ന ഒരു കറിയാണ്. ഇപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാനത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് ആ വെള്ള കളർ ഒന്ന് പതിയെ ഒന്ന് ചീകി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ് തൊലി മാത്രം. അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ 2 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ ഉള്ളി മാത്രമാണ് ഇട്ടേക്കുന്നത്. സവാള വേണമെന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഉള്ളിയാണ് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഉള്ളി ആയിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. ഉള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വന്നപ്പോൾ ഞാൻ ഈ നാരങ്ങയുടെ തൊലി അരിഞ്ഞത് നന്നായിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ചെറിയൊരു പൊള്ളൽ പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതങ്ങ് പോകും. അല്ല ആ ഒരു പൊള്ളലിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റി വെച്ചാലും മതിയാവും. അത് കഴിഞ്ഞ് വഴറ്റുമ്പോൾ ഒട്ടും തന്നെ ആ ഒരു പുകച്ചിൽ പോലത്തെ ചുവ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ അളവിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഉണ്ട്. പിന്നെ ഞാനിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ്. അപ്പോൾ ആ സാമ്പാർ പൊടിയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു ടേസ്റ്റും കൂടെ വരും. നമ്മൾ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് പുളി എത്രത്തോളമാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർക്കേണ്ടത്. എക്സസ് ആയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെറുതെ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് എണ്ണ തെളിയും വരെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കിടന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കും. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി വലിയ പണിയൊന്നുമില്ല. നല്ല ഇഞ്ചിക്കറി അതുപോലത്തെ കറികൾ പോലെ ഒരു ചെറിയൊരു തൊടുകറി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓറഞ്ചിൻ്റെ സീസണൊക്കെ വരുമ്പോൾ എന്താണെങ്കിലും കുറച്ച് ഓറഞ്ചൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.